വെൽക്കം ടു CHEB ആസ്പിറൻസ്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ PYQ സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 2024-25 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു എക്സാം, അതായത് BCom ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആരും മറക്കരുത്. അതുകൊണ്ടാണ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുന്നത് കേട്ടോ. ഇന്നലെ നോട്ടിഫിക്കേഷൻ 15-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും, അതായത് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അവൈലബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക, മടിക്കേണ്ട. നമ്മുടെ ഈ ഒരു ടോപ്പിക്കുമായിട്ടുള്ള, അതായത് നമ്മുടെ CHEB പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാവുന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എഴുതാവുന്ന മേഖലകൾ തന്നെയാണ് അവിടെയുള്ളത്. നമ്മൾ കുറച്ച് BComലും PGക്കും പഠിച്ച കുറച്ചും കൂടി കാര്യങ്ങൾ അവിടെ ഇത്തിരി കൂടി വ്യാപ്തിയിൽ ചോദിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പോസ്റ്റ്, അതായത് അക്കൗണ്ടൻറ്റ്, അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടൻറ്റ്, ഒരുപാട് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് കേട്ടോ. വാരിയസ് ബോർഡ്സിലാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കാം കേട്ടോ. അവസാനത്തേക്ക് വെക്കേണ്ട, ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക. സൈറ്റൊക്കെ ജാമാവണതിന് മുമ്പ് തന്നെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ, നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് ലോ ക്ലാസ് ഇപ്പോഴും റണ്ണിങ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് ചാനൽ നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ 551-ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മണി അറ്റ് കോൾ ഈസ് ഓൾസോ നോൺ ആസ്. മണി അറ്റ് കോൾ മറ്റേത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓവർനൈറ്റ് മണി ഉണ്ട്, മീഡിയം ടേം മണി ഉണ്ട്, ഹോട്ട് കറൻസി ഉണ്ട്, ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് പെട്ടെന്നൊരാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു പണമാണ് മണി അറ്റ് കോൾ എന്ന് പറഞ്ഞാൽ. ഒരു ഓവർനൈറ്റ് പർപ്പസ് എന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരു പേര് വിളിക്കുമെന്ത്, ഓവർനൈറ്റ് മണി എന്നാണ്. ഒരു രാത്രിക്ക് വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കടം വാങ്ങിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ പണത്തിന് വല്ലാതെ ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ അത്രയും കുറഞ്ഞ സമയത്തിന് വേണ്ടി നമ്മൾ മേടിക്കുന്ന ഇതാണ് മണി അറ്റ് കോൾ എന്ന് പറയുന്നത്. അതിനെ നോട്ടീസ് മണി എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ മീഡിയം ടേം മണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് കാലാവധിക്ക് വേണ്ടി, കുറച്ച് പീരീഡിന് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. ഹോട്ട് കറൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഹോട്ട് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്കുള്ള ക്യാപിറ്റലിൻ്റെ ഒഴുക്കാവാം കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. ഹോട്ട് കറൻസി ഈസ് എ കറൻസി ഓർ ഷോർട്ട് ടേം ക്യാപിറ്റൽ തന്നെയാണ് ദാറ്റ് മൂവ്സ് റാപ്പിഡ്ലി ബിറ്റ്വീൻ കൺട്രീസ്. ഒന്നുകിൽ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് നമ്മൾ ചെറിയ ഷോർട്ട് ടേം ക്യാപിറ്റലിന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണ് അല്ലെ. ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ നിന്ന് മറ്റേ മാർക്കറ്റിലേക്കും ആവാം കേട്ടോ. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് നമ്മൾ ഈ ഒരു മണി, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അല്ലെങ്കിൽ കടം വാങ്ങുക, ആ രീതിക്കാവാം. അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ നിന്നും മറ്റൊരു മാർക്കറ്റിലേക്ക്, അതായത് അവരുടെ അഡ്വാൻറ്റേജസ്, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിലുള്ള ഡിഫറൻസസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ടാവും അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് നമുക്ക് അഡ്വാൻറ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നടത്തുന്നത്. അതിനെയാണ് ഈ ഹോട്ട് കറൻസി എന്ന് പറയുക കേട്ടോ. ഹോട്ട് മണി എന്ന് പറഞ്ഞാലും വ്യത്യാസമൊന്നുമില്ല. അത് ആ പ്രോസസ്സുമായി ബന്ധപ്പെടുന്ന സംഭവം തന്നെയാണ്. ഹോട്ട് മണി എന്ന് വെച്ചാൽ സ്പെക്കുലേറ്റീവ്, ഗ്ലോബലി മൊബൈൽ ആൻഡ് ഹൈലി സെൻസിറ്റീവാണ് മാർക്കറ്റ് കണ്ടീഷൻസിന്. കാരണം ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്കൊക്കെ പോകുമ്പം റിസ്ക് വളരെ കൂടുതലാണ്. വിച്ച് ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് ലിക്വിഡിറ്റി ബട്ട് ഓൾസോ വൊളാറ്റിലിറ്റി ഉണ്ട് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. ഡ്യൂ ടു റാപ്പിഡ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും വരുന്ന കാരണം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഹോട്ട് കറൻസിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ മണി അറ്റ് കോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് ഓവർനൈറ്റ് മണി എന്നറിയപ്പെടുന്നു, നോട്ടീസ് മണി എന്നറിയപ്പെടുന്നു. മീഡിയം ടേം ആകുമ്പോൾ ചെറിയൊരു ഹ്രസ്വകാല പീരീഡിലേക്കാണ് ഇടുന്നത്. ഹോട്ട് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ മൂവ്മെൻറ്റ് തന്നെയാണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ നമ്മൾ ഒന്നുകിൽ ഒരു കൺട്രിയിൽ നിന്നും മറ്റൊരു കൺട്രിയിലേക്ക്, അവിടുത്തെ ഫിനാൻഷ്യൽ മാർക്കറ്റുകളുടെ അഡ്വാൻറ്റേജസും ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻസസും ഒക്കെ എടുക്കാം. ഇപ്പോൾ ടാക്സ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് ഇല്ലേ, ടാക്സ് ഇല്ലാത്ത അടയ്ക്കേണ്ടാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കണോ? വേണ്ട. അപ്പോൾ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹോട്ട് കറൻസി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ എയിം ഓഫ് പേയ്മെൻറ്റ് ബാങ്ക് ഈസ് ടു വൈഡൻ ദ സ്പ്രെഡ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ടു. ആർക്കും കൂടി സർവീസസ് വൈഡൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടി വിശാലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേയ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റിന് വേണ്ടിയിട്ടാണോ പേയ്മെൻറ്റ് ബാങ്ക് തുടങ്ങിയിട്ടുള്ളത്, അതോ ബിഗ് ബിസിനസ് കൺസേൺസിന് വേണ്ടിയിട്ടാണോ, അതോ ഫോറിൻ ട്രേഡ് കുറച്ചും കൂടി ഉഷാറാക്കാനാണോ, അതോ ലോ ഇൻകം ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പേയ്മെൻറ്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ നമുക്ക് ഉത്തരം അറിയാം. ലോ ഇൻകം ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ടാണ് എന്ത് തുടങ്ങിയിട്ടുള്ളത്, പേയ്മെൻറ്റ് ബാങ്ക് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് ബാങ്കും സ്മോൾ ഫൈനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒരുവിധം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അത് കണ്ട് നിങ്ങൾ ഷോർട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂക്കോ ബാങ്കിനെ കുറിച്ചിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. യൂക്കോ ബാങ്ക് ബിലോങ്സ് ടു ഡാഷ് കാറ്റഗറി ഓഫ് ബാങ്കിങ് സെക്ടർ. ബാങ്കിങ് സെക്ടറിൻ്റെ ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ യൂക്കോ ബാങ്ക് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൈവറ്റ് സെക്ടറിലാണോ, പബ്ലിക് സെക്ടറിലാണോ, ഫോറിൻ ബാങ്കിലാണോ, സ്മോൾ ഫിനാൻസ് ബാങ്കിലാണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യൂക്കോ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ് കേട്ടോ. ഇപ്പോഴുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ പേരുകളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. നിർബന്ധമായിട്ട് അതിൻ്റെ രൂപീകരിച്ച വർഷവും അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ യൂക്കോ ബാങ്ക് പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ടാണ്. യൂക്കോ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ബിർളയാണ് കേട്ടോ. GD ബിർളയാണ് ആദ്യമായിട്ട് യൂക്കോ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒരുപാട് വർഷം മുമ്പാണ് നടക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഐഡിയ കൺസീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് അത് ഉണ്ടാക്കിയപ്പോൾ ഉള്ള പേര് എന്ന് വെച്ചാൽ യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ലിമിറ്റഡ് എന്നുള്ള പേര്. അപ്പോൾ ഇതിൻ്റെ ഓൾഡ് നെയിം ചോദിക്കാം അല്ലേ. യൂക്കോ ബാങ്കിൻ്റെ പേരാണെന്ത്, യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ലിമിറ്റഡ് എന്നാണ് അറിയപ്പെടുക. അപ്പം നമ്മൾ യൂക്കോ ബാങ്ക് എന്ന് പറയണമെന്നേ ഉള്ളൂ കേട്ടോ, ചെറുതാക്കി പറയുന്നേ ഉള്ളൂ. യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ലിമിറ്റഡ് എന്നാണ് ഫുൾ നെയിം ഉണ്ടായിരുന്നത്. അപ്പോൾ ആരാണ് ഇതിന് മുൻകൈ എടുത്തതെന്ന് വെച്ചാൽ GD ബിർളയാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയാം. ഓക്കെ. പിന്നെ ഈ ബാങ്ക് കൊൽക്കത്ത ആസ്ഥാനമാക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും കൊൽക്കത്ത തന്നെയാണ് ആസ്ഥാനമായി വരുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബിർളയായിരുന്നു ചെയർമാൻ. ഓക്കെ. പിന്നെ പല ആൾക്കാരും ഉണ്ടായിരുന്നു, പല ആൾക്കാരും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 6 ജനുവരി 1943 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫൗണ്ട് ചെയ്യുന്നതെന്ന് പറയാം. എന്നാൽ ഫൗണ്ട് ചെയ്യുന്നത് 6 ജനുവരി 1943. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്റിൻ്റെ ഒരുപാട് നിയമങ്ങൾക്കൊക്കെ വിധേയമായിട്ട് അതിൻ്റെ പേര് ഇപ്പോൾ അന്ന് ഫുള്ള് യുണൈറ്റഡ് ബാങ്ക് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ലിമിറ്റഡ് എന്നാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ യൂക്കോ ബാങ്ക് എന്നാക്കി കേട്ടോ. 1985 ഈ പേരൊന്ന് ഇങ്ങനെ മാറ്റം വരുത്തിയത്. അതിന് കാരണം എന്താ വെച്ചാൽ ബംഗ്ലാദേശിൽ ഇതേപോലത്തെ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ ഒരു ബാങ്കും ഈ ഒരു ബാങ്കും തമ്മിലുള്ള ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ കേട്ടോ, അല്ല ഇന്ത്യയിൽ കൺഫ്യൂഷൻ വരില്ല, പക്ഷേ ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് യൂക്കോ എന്ന പേരാക്കിയത്. ഗവൺമെൻറ്റാണ് ആക്കിയത്. 1985 അങ്ങനെ ആക്കിയത്. ഓക്കെ. അപ്പോൾ അതാണ് യൂക്കോ ബാങ്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ യൂക്കോ ബാങ്കിൻ്റെ ആസ്ഥാനമായിട്ട് വരുന്നത് എവിടെയാണ്, കൊൽക്കത്തയാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. ഫൗണ്ട് ചെയ്ത വർഷം 6 ജനുവരി 1943 ആരാണ് ഫൗണ്ടർ, GD ബിർളയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഈസ് ഓൾസോ നോൺ ആസ്. ഡെവലപ്പ് ബാങ്ക് ഏത് പേരിലും കൂടിയാണ് അറിയപ്പെടുക? ഇൻഡസ്ട്രിയൽ ബാങ്ക് ആണോ, എക്സിം ബാങ്ക് ആണോ, ഹൗസിംഗ് ബാങ്ക് ആണോ, പേയ്മെൻറ്റ്സ് ബാങ്ക് ആണോ? അപ്പോൾ നമുക്ക് അറിയുന്നത് തന്നെയാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്, ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡാഷ് അക്കൗണ്ട് അലൗസ് ഹാൻഡ്ലിങ് എ ലാർജ് വോളിയം ഓഫ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. ഒരുപാട് റിസീപ്റ്റ്സും പേയ്മെൻറ്റ്സും ഹാൻഡിൽ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പമാണ് അല്ലേ. റിക്കറിങ് ആണോ, കറൻ്റ് ആണോ, ടേം ആണോ, സേവിങ്സ് ആണോ? അപ്പോൾ നമ്മൾ റിക്കറിങ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ തുക, RD എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെറിയ തുക അല്ലെങ്കിൽ വലിയ തുക എന്തോ ആയിക്കോട്ടെ, അതിങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു മാസം ഒരു പ്രാവശ്യമോ അടയ്ക്കുന്നുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഇത്ര കാലയളവൊന്നും ഉണ്ടാവും, ആ ഒരു സമയത്താവും നമ്മൾ അടയ്ക്കുന്നുണ്ടാവുക. കറണ്ട് ഡെപ്പോസിറ്റ് എന്താ അവസ്ഥ? കറണ്ട് ഡെപ്പോസിറ്റ് ഒരു ബിസിനസ്മാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആളുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ആൾ ചെക്ക് എഴുതി കൊടുക്കുന്നു, പിന്നെ കാശ് വരുന്നു, പിന്നെ പിൻവലിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ട്രാൻസാക്ഷൻസ് ധാരാളം നടക്കുന്നത് എവിടെയാണ്? ഈ കറണ്ട് ഡെപ്പോസിറ്റിലാണ് അല്ലേ. അത് കഴിഞ്ഞ് ആൾ ഓവർ ഡ്രാഫ്റ്റ് പിൻവലിക്കുന്നു, പിന്നെ അത് തിരിച്ചിടുന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ലാർജ് വോളിയം ഓഫ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് വരാവുന്നത് ഈ കറണ്ട് ഡെപ്പോസിറ്റാണ് കേട്ടോ. ടേം ഡെപ്പോസിറ്റ് നമുക്കറിയാം
അതിൽ പ്രത്യേകിച്ച് ഒരു ലാർജ് വോളിയം ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഒന്നും വരാൻ പോണില്ല. സേവിങ്സ് ബാങ്ക് നോർമൽ ലെവലിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കറണ്ട് ഡെപ്പോസിറ്റ് ആണ്. ഓക്കെ. അടുത്തത് ദ അപ്രോച്ച് ഓഫ് ഡാഷ് ബാങ്കർ ഈസ് എ ബിസിനസ് ടു കസ്റ്റമർ ഇൻ നേച്ചർ റേദർ ദാൻ ബിസിനസ് ടു ബിസിനസ്. അതായത് ബിസിനസ് ടു ബിസിനസ് എന്നൊരു കൺസെപ്റ്റിനേക്കാൾ ബാങ്കർ ടു ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ടു കസ്റ്റമർ, അതാണ് ആ അപ്രോച്ച് ഏതാണെന്നാണ് കേട്ടോ. ബിസിനസ് ടു കസ്റ്റമർ എന്നുള്ള ഒരു സംഭവം, അതായത് ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ളതാണ് അല്ലേ. അതായത് റീറ്റെയിൽ ബാങ്കിങ് ആണോ, കോർപ്പറേറ്റ് ബാങ്കിങ് ആണോ, ഹോൾസെയിൽ ബാങ്കിങ് ആണോ, പ്രൈവറ്റ് ബാങ്കിങ് ആണോ. ഇപ്പോൾ ശരിക്കും കസ്റ്റമേഴ്സിൻ്റെ ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്യലാണ് കൂടുതൽ. ഇപ്പോഴത്തെ ട്രെൻഡ് തന്നെ അങ്ങനെയാണ് അല്ലേ. എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. ഇപ്പോൾ വീടുണ്ടാക്കി ഫർണിച്ചർ നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. അപ്പോൾ ഡ്രസ്സുകളാണെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഓരോ വ്യക്തിയും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാവാൻ ശ്രമിക്കുന്നു. അത് എല്ലാ രീതിയിലും ആട്രിബ്യൂട്ട്സിലും എല്ലാ രീതിയിലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ബാങ്കിങ്ങിന് പ്രാധാന്യമുണ്ട് ഇപ്പോൾ. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ അപ്രോച്ചാണ് എന്ത്, റീറ്റെയിൽ ബാങ്കിങ്. കസ്റ്റമർക്കാണ് അവിടെ പ്രാധാന്യം കൂടുതൽ. റീറ്റെയിൽ ബാങ്കിങ് ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് എങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യാം, അവരുടെ ഇഷ്ടങ്ങൾ എങ്ങനെ പൂർണ്ണമായിട്ട് സംതൃപ്തിപ്പെടുത്തി കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അതിന് പ്രാധാന്യം കൊടുത്തും കൊണ്ടാണ് റീറ്റെയിൽ ബാങ്കിങ് കൺസെപ്റ്റ് മുന്നോട്ട് പോകുന്നത്. അവിടെ കോർപ്പറേറ്റ് ബാങ്കിങ് പ്രത്യേകിച്ച് ബിസിനസ്സുകൾക്കും അവർക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ റീറ്റെയിൽ ബാങ്കിങ് എപ്പോഴും ഇൻഡിവിജ്വൽ കസ്റ്റമറിനെയാണ് അവർക്കാണ് കരുതൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അപ്രോച്ച് റീറ്റെയിൽ ബാങ്കിങ് ആണ്. ബാങ്കർ ഈസ് എ ബിസിനസ് ടു കസ്റ്റമർ ഇൻ നേച്ചർ റേദർ ദാൻ ബിസിനസ് ടു ബിസിനസ്സിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ബിസിനസ് ടു കസ്റ്റമർ എന്നുള്ള ഒരു ഐഡിയയ്ക്കാണ്. അടുത്തത് ആൻ ATM ഡസ് നോട്ട് ഹാവ് എനി ബാങ്ക് ലോഗോ. ഒരു ബാങ്ക് ലോഗോ ഇല്ലാത്ത ATM എങ്ങനെയാണ്. അപ്പോൾ അത് ബയോമെട്രിക് ആണോ, ബ്രൗൺ ആണോ, വൈറ്റ് ആണോ, ഓറഞ്ച് ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡസ് നോട്ട് ഹാവ് എനി ബാങ്ക് ലോഗോ, ഒരു ബാങ്ക് ലോഗോ ഇല്ലാത്തത് ഏതാണ്, വൈറ്റ് ലേബലാണ് അല്ലേ. വൈറ്റ് ലേബൽ ATM ആണ്. പ്രത്യേകിച്ച് ഒരു ലോഗോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. ബയോമെട്രിക് നമുക്കറിയാം, യൂണീക്കായിട്ടുള്ള ബയോളജിക്കൽ ഫീച്ചേഴ്സ്, റെറ്റിന അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്, അങ്ങനത്തെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചും കൊണ്ട് ഉള്ളതാണ് ബയോമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രൗൺ ലേബൽ ATM നോർമലി, അതായത് ആരാണോ സർവീസ് പ്രൊവൈഡർ അവരുടെ ഹാർഡ്വെയർ ആയിരിക്കും അവിടെ ഉണ്ടായിരുന്നത്, അവരുടെ ബ്രാൻഡിങ്ങും ലോഗോയും സർവീസും ഒക്കെ അതിലുണ്ടായിരിക്കും. വൈറ്റ് ലേബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ലേബലിൽ ഒന്നുമില്ല. അവർ അത് സെറ്റപ്പും ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു നോൺ ബാങ്ക് ആയിരിക്കും. ബാങ്ക് അല്ല ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു നോൺ ബാങ്കാണ് ഈ ഒരു വൈറ്റ് ലേബൽ ATMs എന്ത് ചെയ്യുന്നത്, ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും അവരായിരിക്കും. ഓക്കെ. അത് വന്നത് ഈ ഒരു പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ആക്ട് 2007 RBI പറഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പം നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡാഷ് ആക്ട് ആസ് എ നമ്പർല ഓർഗനൈസേഷൻ ഫോർ ദ റീറ്റെയിൽ പേയ്മെൻറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. റീറ്റെയിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു കൊട പോലെയുള്ള ഒരു സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ NPCI ആണ് അല്ലേ. ഓക്കെ. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI ആണ് ഈ റീറ്റെയിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അംബ്രല ഓർഗനൈസേഷൻ എന്ന് പറയാവുന്നത്. ആരാണ്, NPCI ആണ്. ഓക്കെ. അപ്പോൾ NPCIയും അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മറക്കാതെ നോക്കണം കേട്ടോ. ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് UPIക്ക് കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രസൻ്റ്ലി പേപ്പറൊക്കെ വായിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഈസ് ആൻ ഇൻസ്റ്റൻറ്റ് റിയൽ പേയ്മെൻറ്റ് സിസ്റ്റം ലോഞ്ച് ചെയ്തത്. NPCI ആണ് ലോഞ്ച് ചെയ്യുന്നത് UPIന്. അത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 2014 കൊടുത്തിട്ടുണ്ട്, 11 കൊടുത്തിട്ടുണ്ട്, 16 കൊടുത്തിട്ടുണ്ട്, 15 കൊടുത്തിട്ടുണ്ട്. ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ 2016 ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. 2016 ആൻസറായിട്ട് വരിക. അപ്പോൾ അതൊരു റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റമാണ്. നമുക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള ഒരു സിസ്റ്റമാണല്ലോ. റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഈ ഒരു NPCI കണ്ടെത്തിയ UPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൊബൈൽ ആപ്ലിക്കേഷനാണ്, ഇൻസ്റ്റൻറ്റ് ഫണ്ട് ട്രാൻസ്ഫർ നടക്കും. NPCI ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. അത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് ഏപ്രിൽ 11, 2016 രഘുറാം രാജനായിരുന്നു അന്ന് ഗവർണർ. അദ്ദേഹമാണ് അത് ലോഞ്ച് ചെയ്തത് കേട്ടോ. ഏപ്രിൽ 11, 2016 ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത്. മുംബൈയിലായിരുന്നു തുടക്കം. പിന്നെ ഒരു 21 മെമ്പർ ബാങ്കുകളെ ഈ ഒരു പൈലറ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമാക്കി വെക്കുകയും അവരിലൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു സംഭവം, അതായത് വർക്കിംഗ് ആണോ എന്നറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട്
വർക്കിംഗ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് UPI സേവനങ്ങൾ അവരിലൂടെ നൽകിയിരുന്നു. ഇപ്പോൾ UPI സക്സസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് മാർക്കിംഗ് അറ്റ് ചെക്കിൽ മാർക്ക് ചെയ്യുന്നു ഡൺ ബൈ എ ബാങ്കർ ഓൺ ദ റിക്വസ്റ്റ് ഓഫ് ഡ്രോയി ഹോൾഡർ പേയി ഡ്രോയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡ്രോയറാണ് CSEBയുടെ ആൻസർ കീ വന്നിട്ടുള്ളത്. അതായത് ചെക്ക് ഗുഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് നമ്മൾ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അക്കൗണ്ടിൽ, അതായത് ആളുടെ അക്കൗണ്ടിലുള്ള ആ പൈസ നമ്മൾ മാറ്റി മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കണം. കാരണം ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മാർക്കിംഗ് ആ ചെക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതിന് റിക്വസ്റ്റ് കൊടുക്കുന്നത് ഡ്രോയർ. മാർക്കിംഗ് ആ ചെക്ക് ഈസ് ഡൺ ബൈ ദ ബാങ്കർ ഓൺ ദ റിക്വസ്റ്റ് ഓഫ് ഡ്രോയർ എന്നാണ് വരേണ്ടത്. ആൻസർ കീ അതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കുഞ്ഞു വീഡിയോ ആണ് നല്ലത്, എല്ലാവർക്കും കാണാനും നോട്ട് എഴുതാനും ഒക്കെ സൗകര്യമാണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ്റെ മേഖലകൾ, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദ്യം വന്നതെന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങൾ 10 ക്വസ്റ്റ്യൻ വിട്ടു, 10 ക്വസ്റ്റ്യൻ അല്ലേ നോക്കി, അങ്ങനെയല്ല. ഇപ്പം മാർക്കിംഗ് അറ്റ് ചെക്ക് വന്നു, അപ്പോൾ ചെക്കുമായി ബന്ധപ്പെട്ട മാർക്കിംഗ് നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു തീർക്കുക. ഏത് രീതിയിലൊക്കെയാണ് ക്രോസിംഗ് നടത്തുന്നത്, എങ്ങനെയൊക്കെയാണ് ക്രോസിംഗ് നടത്തുന്നത്, ആ ഒരു റിലേഷൻഷിപ്പ്, ചെക്കിൻ്റെ ഭാഗം. അത് ചെക്ക് മാത്രം പഠിച്ചാൽ പോരെ, നമ്മുടെ PBC എന്നറിയപ്പെടുന്ന പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ചെക്കും, അതും ആ ഭാഗം മൊത്തം പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാനുള്ള ഒരു ഏരിയയായി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ NPCI ആണ്. NPCIയും പഠിക്കണം, അതുപോലെ തന്നെ UPIനെ കുറിച്ചും പഠിക്കണം കേട്ടോ. NPCI മാത്രമല്ല UPIനെ കുറിച്ചും പഠിക്കണം. അപ്പോൾ ഇത് രണ്ടും പഠിക്കേ. അപ്പോൾ ടോപ്പിക്ക് നിങ്ങൾ എഴുതി വയ്ക്കുക, എന്നിട്ട് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ടിക്ക് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ NPCI വീണ്ടും കടന്നു വന്നു. അപ്പോൾ NPCI പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു എന്ന് മനസ്സിലായി. ടൈപ്സ് ഓഫ് ATM ആര് കണ്ടുപിടിച്ചു, ആദ്യത്തെ ATM എവിടെയാണ്, ലോകത്തിൽ ആദ്യം ഇവിടെ വന്നു, ഇന്ത്യയിൽ ഇപ്പോൾ വന്നു, വർഷം അടക്കം പഠിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൊണ്ടുവന്ന ബാങ്ക് ഏതാണ്, ടൈപ്സ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ അപ്പോൾ ATMമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി. പിന്നെ അടുത്തത് റീറ്റെയിൽ ബാങ്കിങ് ആണ്. റീറ്റെയിൽ ബാങ്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് വിശേഷിച്ച് പ്രത്യേകിച്ച് ഒരുപാട് പഠിക്കാനൊന്നുമില്ല. അപ്പോൾ അതെന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. അത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്സുകൾ. അപ്പോൾ ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് എന്നാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. റിക്കറിങ്, കറണ്ട്, ടേം, സേവിങ്സ്. അതുകൂടാതെ പിന്നെയുണ്ട് അല്ലേ, പലതരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട്, ഡെപ്പോസിറ്റുകളുണ്ട്. അപ്പോൾ ആ ഡെപ്പോസിറ്റുകളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെയുള്ളത് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. അതും ഈ പറഞ്ഞ പോലെ അതുമായി ബന്ധപ്പെട്ട് വല്ല പോയിന്റുകളും കണ്ടെത്തി പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. പിന്നെ യൂക്കോ ബാങ്കാണ്. അപ്പോൾ യൂക്കോ ബാങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 ഇപ്പോൾ ഉള്ള പബ്ലിക് സെക്ടർ ബാങ്കുകളും അതിൻ്റെ വർഷവും അതിൻ്റെ ആസ്ഥാനവും ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. നോട്ടീസ് മണി അപ്പോൾ ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് വേറെ ഏതൊക്കെയുണ്ട്, അവയിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയെല്ലാം വരാം. അപ്പോൾ ആ രീതിക്കൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. 10 ക്വസ്റ്റ്യൻ അല്ലേ എന്ന് വിചാരിച്ച് 10 ക്വസ്റ്റ്യൻ മാത്രം കണ്ട് നിങ്ങളത് കടന്നുപോയി കളയരുത്. ഈ 10 ക്വസ്റ്റ്യൻ നമ്മൾ 10 ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന 10 ടോപ്പിക്ക് അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തിട്ട് അത് 10 ടോപ്പിക്കായിട്ട് അത് വായിച്ച് ഉറപ്പിച്ച് പഠിക്കുക. എന്നിട്ട് അതിന് ഷോർട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. അതിനുള്ള സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. പിന്നെ എക്സാമിന് പുതിയ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം മറക്കരുത്. BCom ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.